സ്റ്റേജിലോട്ട് കയറാൻ ബാക്കിയുണ്ടെങ്കിൽ അവരെ സ്റ്റേജിലേക്ക് എത്തിക്കണം. ദയവ് ചെയ്ത് രക്ഷിതാക്കൾ, സ്റ്റേജിന്റെ അകത്ത് നിൽക്കുന്ന രക്ഷിതാക്കൾ മുഴുവനും നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം മനസ്സിലാക്കി സ്റ്റേജിൽ നിന്ന് ഇറങ്ങിത്തരണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ്. ഇവിടെ കണ്ടു കഴിഞ്ഞതിന് ശേഷം അതാത് വീടുകളിലേക്ക് അവരുടെ മൃതദേഹങ്ങൾ എത്തിക്കും. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഈ പന്തലിന്റെ അകത്ത് കിടന്ന ആരും അങ്ങനെ കയറി വന്ന് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഒരുപാട് ആളുകൾ ഇവിടെ കാണാനുണ്ട്. അവർക്കുള്ള സൗകര്യവും ബന്ധുക്കാരും കുട്ടികളും ഒക്കെ ഉണ്ട്. അവർക്കുള്ള സൗകര്യമൊക്കെ പ്രത്യേകം ഒരുക്കി കൊടുക്കണം എന്നറിയിക്കും. എന്തെങ്കിലും മെഡിക്കൽ ഫെസിലിറ്റി ആവശ്യമുണ്ടെങ്കിൽ ഹയർ സെക്കൻഡറി ടൂറിൽ അതിനുള്ള സൗകര്യങ്ങളുള്ള വളണ്ടിയേഴ്സ് ഒരുക്കിയിട്ടുണ്ട്. അത് വളണ്ടിയേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ പ്രത്യേകം അത് ശ്രദ്ധിക്കാം. ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്കൂളിലെ കുട്ടികളാണ് ആദ്യം കാണുക, പിന്നെ സ്ത്രീകളാണ്, ബന്ധുക്കൾ ഉൾപ്പെടുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. ഈ ഫ്രീസർ സെറ്റ് ചെയ്ത അടുത്ത് ഒരിക്കലും കുട്ടികളത് കാണാൻ, ആളുകൾ കാണാൻ പോകുന്നവർക്ക് തടസ്സമുള്ള രീതിയിൽ ഒരാൾ തന്നെ, ഒരു വളണ്ടിയറും തന്നെ നിൽക്കരുത് എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. ഈ സൈഡിലുള്ള വളണ്ടിയേഴ്സ് ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആളുകൾ ദയവ് ചെയ്ത് ഗ്രൗണ്ടിലൂടെ കയറാനുള്ള സൗകര്യം ഒരു സൈഡിലേക്ക് മാറി. ജനറേറ്റർ നിൽക്കുന്ന ഭാഗത്തേക്ക് ആളുകൾ മാറി. ജനറേറ്റർ നിൽക്കുന്ന ആളുകൾ വളണ്ടിയേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മുടെ കൂടി നിൽക്കുന്ന ആളുകൾ, ആംബുലൻസ് വരുന്ന പന്തലിന്റെ എൻട്രൻസിന്റെ ഭാഗത്ത് നിൽക്കുന്ന ആളുകൾ, വളണ്ടിയേഴ്സ് അല്ലാത്ത മുഴുവൻ ആളുകളും ഒന്ന് ബാക്കിലോട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആംബുലൻസിന് മുന്നിൽ കയറി വരാൻ പറ്റും. ദയവ് ചെയ്ത് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. എല്ലാവരും സഹകരിക്കണം, എല്ലാവരും സഹകരിക്കണം. പന്തലിൽ ആരും കൂടി നിൽക്കരുത്. എല്ലാവർക്കും കാണാനുള്ള സൗകര്യം ഒരുക്കും. ദയവ് ചെയ്ത് ആരും പന്തലിന്റെ അകത്ത് വന്ന് കൂടി നിൽക്കരുത്. അതുപോലെ നമ്മുടെ എൻട്രൻസിന്റെ അവർക്കുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം. പന്തലിന്റെ അകത്ത് കൂടി നിൽക്കുന്ന ആളുകൾ ദയവ് ചെയ്ത് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. നമ്മുടെ എൻട്രൻസിന്റെ ഭാഗത്ത് വളണ്ടിയേഴ്സ് ഇല്ലാത്ത ഒരു ആളുകളും, വളണ്ടിയേഴ്സും പോലീസും ഇല്ലാത്ത ഒരു ആളുകളും നമ്മുടെ പന്തലിന്റെ അകത്ത് നിൽക്കരുത്, ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ദയവ് ചെയ്ത് അവരുടെ ആംബുലൻസിന് വരാനുള്ള സൗകര്യം ഒരുക്കണം. ആംബുലൻസിൽ നിന്ന് ബോഡി ഇറക്കി കഴിഞ്ഞാൽ ആംബുലൻസിന് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവണം. പോലീസും വളണ്ടിയേഴ്സും അല്ലാത്ത ഓരോ ആളുകളും ആംബുലൻസിന്റെ കൂടെ പോകരുത്. ദയവ് ചെയ്ത് പറയുന്നത് കൃത്യമായി അനുസരിച്ചാൽ മാത്രമാണ് നമുക്കിത് നിയന്ത്രിക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ വളണ്ടിയേഴ്സ് ആംബുലൻസിന്റെ കൂടെ അവരുടെ ബന്ധപ്പെട്ടവരുണ്ട്. ആംബുലൻസിന്റെ അകത്ത് അവരെ കൂടെ അതിന്റെ കൂടെ നമ്മുടെ പന്തലിലോട്ട് നടത്തിവിടണം. ആംബുലൻസ് മൃതദേഹങ്ങൾ ഇറക്കി കഴിഞ്ഞാൽ ആരും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കണം. അതേ ആംബുലൻസ് തന്നെയാണ് തിരിച്ചു കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ആംബുലൻസ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ദയവ് ചെയ്ത് നമ്മുടെ മീഡിയ, അതുപോലെ പോലീസിനല്ലാത്ത ഒരാളും ആംബുലൻസിന്റെ കൂടെ നിന്ന് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ദയവ് ചെയ്ത് സൗകര്യം ഒരുക്കി കൊടുക്കണം. നമ്മുടെ ആംബുലൻസിന് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ദയവ് ചെയ്ത് വളണ്ടിയേഴ്സ് ഒരുക്കി കൊടുക്കണം. ഇവിടെ വന്ന ഓരോരുത്തരും സ്വയം നിയന്ത്രിതരായാൽ മാത്രമാണ് നമുക്കിത് നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആംബുലൻസിന് പ്രത്യേകം പാർക്ക് ചെയ്യാനുള്ള സ്പേസിൽ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. ഓരോ ആംബുലൻസ് ബോഡി ഇറക്കി അത് പാർക്ക് ചെയ്തതിന് ശേഷമാണ് അടുത്ത ആംബുലൻസ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ആംബുലൻസ് ഇങ്ങനെ അടുത്ത് വരുന്ന സമയത്ത് ആളുകൾ ദയവ് ചെയ്ത് അതിന്റെ അടുത്തോട്ട് വന്ന് ബുദ്ധിമുട്ടുണ്ടാക്കരുത് മറ്റുള്ളവർക്ക്. ആംബുലൻസ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക. നമ്മുടെ ആദ്യത്തെ ആംബുലൻസ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക.
അതുപോലെ നമ്മുടെ വളണ്ടിയേഴ്സ് അവരെ ബന്ധപ്പെട്ടവരെയും കുട്ടികളെയും എല്ലാവരും നിയന്ത്രിക്കും. അത് അവർ കൃത്യമായി പാലിക്കണം എന്നറിയിക്കുന്നു. ഓരോ ആംബുലൻസും ഇറക്കിയതിനു ശേഷം അത് പാർക്ക് ചെയ്യുന്ന സൗകര്യമാണ് ഒരുക്കി കൊടുക്കണം. അതേ ആംബുലൻസ് തന്നെ ദയവ് ചെയ്ത് ആ ആംബുലൻസിൽ വരുന്നതിന്റെ അടുത്തുള്ള ആളുകളുടെ മാറി കൊടുക്കണം. നമ്മുടെ പന്തലിന്റെ എൻട്രൻസിന്റെ ഭാഗത്ത് ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. ആംബുലൻസിന്റെ ചുറ്റുമൊക്കെ ഒന്ന് മാറി കൊടുത്താൽ വോളണ്ടിയേഴ്സും പോലീസും അല്ലാത്ത ആളുകളൊന്നും മാറി കൊടുക്കണം. ദയവ് ചെയ്ത് ദയവ് പന്തലിന്റെ അകത്ത് ആവശ്യമില്ലാത്ത ആളുകൾ എല്ലാവർക്കും കാണാനുള്ള സൗകര്യം ഒരുക്കും. ആവശ്യമില്ലാത്ത ആളുകൾ വെറുതെ വളണ്ടിയേഴ്സിനെ ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിൽ പന്തലിന്റെ അകത്ത് നിൽക്കരുത്. ബന്ധുക്കള് കുട്ടികളൊക്കെ ഉണ്ട്. രണ്ടാളുകള് അടുത്തത് ആംബുലൻസിൽ നമ്മൾ ഇറക്കുന്നത് ഇഷാമിന്റെ മൃതദേഹമാണ്. ലാസ്റ്റ് ഫീസറിലാണ് ഇഷാമിൻ്റെത്. ലാസ്റ്റ് ഫ്രീസറിൽ ഇഷാമിന്റെ മൃതദേഹം ഇറക്കുന്നു. ദയവ് ചെയ്ത് ആളുകളൊന്ന് കഴിഞ്ഞ 14 മണിക്കൂറുകളായി നമ്മൾ പരസ്പരം സഹകരിച്ച് ഈ നിമിഷം വരെ എത്തി. വോളണ്ടിയേഴ്സ് വളരെ സമാധാനപൂർവ്വം ഈ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുന്നു. വളണ്ടിയർ ലീഡർമാർ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ മാത്രമേ പാലിക്കാവൂ. ശ്രദ്ധിക്കുക, വളരെ സമാധാനപരമാണ്. ആവശ്യമെങ്കിൽ മാത്രം സംസാരിച്ചാൽ മതി. വളണ്ടിയർ ലീഡേഴ്സ് നൽകുന്ന നിർദ്ദേശത്തിനനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുന്നു. വളണ്ടിയേഴ്സിനെ ബുദ്ധിമുട്ടിക്കരുത്. ഹൃദയപരമായി വരുന്ന വളണ്ടിയേഴ്സിന് പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. മണിക്കൂറുകളോളമായി ഈ സ്കൂളിൽ പന്തലുമായിട്ട് നമുക്ക് വേണ്ടി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് വളണ്ടിയേഴ്സ് സേവനം അനുഷ്ഠിക്കുന്ന അവരുടെ നിർദ്ദേശങ്ങൾ വളരെ കൃത്യമായി പാലിക്കണം. അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതെ ബോഡികൾ ഇറക്കിയ ആംബുലൻസുകൾക്ക് നമ്മുടെ ഹയർ സെക്കൻഡറിയുടെ ലാസ്റ്റ് ഭാഗത്ത് പാർക്കിങ്ങിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം. അവരെയും അകത്തോട്ട് കടത്തിവിടണം. അവരെ കാണാനുള്ള അവസരം ഒരുക്കി കൊടുക്കണം. ഹൃദയം നടക്കുന്ന ആംബുലൻസുകൾ പ്രത്യേക സൗകര്യം ഒരുക്കി കൊടുക്കണം. ദയവ് ചെയ്ത ആളുകളൊന്ന് മാറി നിൽക്കുക. മണിക്കൂറുകളോളം നമുക്കിവിടെ നമ്മുടെയും മറ്റുള്ളവരെയും നിയന്ത്രിച്ചുകൊണ്ട് വളണ്ടിയേഴ്സ് ഇവിടെയുണ്ട്, പോലീസുകാരിവിടെയുണ്ട്, മറ്റു സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകരിവിടെയുണ്ട്. അവരുടെയൊക്കെ നിർദ്ദേശങ്ങൾ ദയവ് ചെയ്ത് അനുസരിക്കണമെന്നറിയിക്കുന്നു. ടീച്ചറുടെ പ്രതിനിധികൾ പറയുന്നു. ആ ഫീസിന്റെ അടുത്ത് കൂടി നിൽക്കുന്ന ആളുകളിൽ ദയവ് ചെയ്ത് വളണ്ടിയേഴ്സ് അല്ലാത്ത ആളുകൾ ഒന്ന് മാറിക്കൊടുത്താൽ അവർക്ക് വളരെ നല്ല രൂപത്തിൽ അത് കൈകാര്യം ചെയ്യാൻ പറ്റും. ദയവ് ചെയ്ത് അവിടെ തിക്കോ തിരക്കുണ്ടാക്കി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. മണിക്കൂറുകളോളം ഇവിടെ സേവനം അനുഷ്ഠിക്കുന്ന ഒരുപാട് വളണ്ടിയേഴ്സും പോലീസും മറ്റു ഉദ്യോഗസ്ഥരും അതുപോലെ ഒരുപാട് ആളുകളുണ്ട്. അവരുടെ നിർദ്ദേശങ്ങൾ സാജിദ് ടീച്ചറുടെ മൃതദേഹം പറയുന്നു. ആളുകൾ ആംബുലൻസിന്റെ പുറകുവശത്ത് ഒന്ന് മാറി കൊടുക്കുക. ദയവ് ചെയ്ത് ഒന്ന് ആംബുലൻസിന്റെ ബാക്ക് വശത്ത് ഒന്ന് മാറി കൊടുത്താൽ നമ്മുടെ വോളണ്ടിയേഴ്സിന് പോലീസുകാർക്കൊക്കെ അത് വളരെ നല്ല രൂപത്തിൽ നിയന്ത്രിക്കാൻ പറ്റും. ആംബുലൻസിന്റെ ഭാഗത്തോട്ട് ആളുകൾ ദയവ് ചെയ്ത് കൂടി വരരുത്. പന്തലിലോട്ട് ദയവ് ചെയ്ത് ആ വളണ്ടിയേഴ്സ് അല്ലാത്ത ആളുകൾ ഒന്ന് മാറിക്കൊടുക്കുക. പ്ലീസ് ഒന്ന് മാറിക്കൊടുക്കുക. നമ്മൾ സ്വയം നിയന്ത്രിതരായാൽ മാത്രമാണ് ഇത് നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് മാറിക്കൊടുക്കുക. പന്തലിന്റെ അകത്ത് ആവശ്യമില്ലാത്ത ആളുകൾ ഒന്ന് മാറിക്കൊടുക്കുക. മജീദ് മാഷ്, നമ്മുടെ മജീദ് മാഷിന്റെ മൃതദേഹം മറക്കുന്നു. നമ്മുടെ മൃതദേഹം കൊണ്ടുവന്ന അതേ ആംബുലൻസിൽ തന്നെയാണ്
തിരിച്ചു കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ആ സ്ട്രെച്ചർ അതേ ആംബുലൻസിൽ തന്നെ തിരിച്ചെത്തിക്കണം. അതുപോലെ ആംബുലൻസുകൾക്ക് പ്രത്യേകം പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും നമ്മളായിട്ട് തന്നെ ഒരുക്കി കൊടുക്കണം. സൗകര്യം ദയവ് ചെയ്ത് ഒരുക്കി കൊടുക്കുക. ആംബുലൻസിന് ലാസ്റ്റ് ഭാഗത്തോട്ട് സ്ട്രെച്ചറുകൾ അതേ ആംബുലൻസിൽ തന്നെ തിരിച്ചു കൊടുക്കുക. അതേ ആംബുലൻസിലാണ് അവരെ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക. നമ്മൾ ആളുകൾ ദയവ് ചെയ്ത് ആംബുലൻസിന്റെ വേഗവശത്ത് കൂടി നിൽക്കാതെ ഒന്ന് മാറി കൊടുത്തു കഴിഞ്ഞാൽ വളരെ സൗകര്യമാവും. നമ്മുടെ വളണ്ടിയേഴ്സ് പറയുന്ന നിർദ്ദേശങ്ങൾ വളരെ ക്ലിയറായി അനുസരിച്ചാൽ മാത്രമാണ് നമുക്കിത് നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. മണിക്കൂറുകളോളം ഉറക്കമൊഴിച്ച് രാത്രികളിൽ മണിക്കൂറുകളോളം ഇവിടെ സേവനമനുഷ്ഠിച്ച ഒരുപാട് വളണ്ടിയേഴ്സ്, പോലീസ്, മറ്റു സന്നദ്ധ സംഘടനയുടെ പ്രവർത്തകരൊക്കെ ഉണ്ട്. അവരുടെ നിർദ്ദേശങ്ങൾ ദയവ് ചെയ്ത് അംഗീകരിക്കണം. മീഡിയാസ് അടക്കം ദയവ് ചെയ്ത് മീഡിയകൾക്കൊക്കെ പ്രത്യേക സൗകര്യം പുറത്തൊരുക്കിയിട്ടുണ്ട്. ദയവ് ചെയ്ത് ആ മീഡിയാസുകളൊക്കെ ഒന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ആവശ്യമില്ലാതെ നമ്മുടെ ഈ പന്തലിന്റെ അകത്തുണ്ട്. ദയവ് ചെയ്ത് അതുപോലെ ഈ കടന്നു പോകുന്ന വഴി ഒന്ന് ഒരുക്കി കൊടുക്കും. ഒമ്പത് ബോഡികളും ഈ പന്തലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ബന്ധുക്കൾ, ഈ പന്തലിൽ നിൽക്കുന്ന ബന്ധുക്കൾ എത്രയും പെട്ടെന്ന് ദയവേത് ഈ വഴി നിന്ന് മാറിക്കൊടുക്കുക. നമ്മുടെ ഈ വഴിയിലുള്ള മീഡിയാസ്, കുട്ടികൾ കടന്നു വരുന്ന ആളുകൾ കടന്നു വരുന്ന വഴിയിലുള്ള മീഡിയകളും മറ്റുള്ള ആളുകളും വോളണ്ടിയേഴ്സ് അല്ലാത്ത മുഴുവൻ ആളുകളും ഒന്ന് മാറിക്കൊടുക്കുക. അതുപോലെ പന്തലിന്റെ അകത്ത് അനാവശ്യമായി കൂടി നിൽക്കുന്ന ആളുകൾ, വോളണ്ടിയേഴ്സ് അല്ലാത്ത മുഴുവൻ ആളുകളും പന്തലിന്റെ പുറത്ത് കിടക്കണം. ദയവ് ചെയ്ത് പന്തലിന്റെ പുറത്ത് കിടക്കണം. നമ്മോട് സഹകരിക്കണം. പോലീസിന്റെ നിർദ്ദേശങ്ങൾ നമ്മൾ അനുസരിക്കണം. അവരുടെ കുട്ടികളെ രക്ഷിതാക്കൾ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കണ്ടുവരുന്ന കുട്ടികളെ അവരവരുടെ അനാവശ്യമായി കൂടുതൽ ആൾക്കാർ സൗകര്യം ചെയ്ത് കൊടുക്കുന്നതാണ്. 1-2 വോളണ്ടിയേഴ്സ് മാത്രം, അവർക്ക് എല്ലാവരും പുറത്തിറങ്ങാം. എല്ലാവർക്കും കാണാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാം. പ്രിയപ്പെട്ടവരെ, ഈ പന്തലിന്റെ അകത്ത് നിൽക്കുന്ന നമ്മളെ മറ്റുള്ള ആളുകൾ, വളണ്ടിയേഴ്സ്, ഒരുപാട് വളണ്ടിയേഴ്സ് കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബോർഡിന്റെ അടുത്ത് 2 ആൾ എന്നുള്ള നിലയ്ക്ക് നിന്നിട്ടുള്ള ബാക്കിയുള്ള ആളുകൾ മറ്റുള്ള ആളുകൾക്ക് കാണാൻ പരമാവധി സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ കണ്ടു കഴിഞ്ഞ ആളുകളെ വോളണ്ടിയേഴ്സ് പെട്ടെന്ന് ഒന്ന് ഫാസ്റ്റ് ആക്കി കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ വെയിലത്താണ്. നമ്മുടെ ആണുങ്ങൾ ഒരുപാട് ആളുകൾ വെയിലത്ത് നിൽക്കുന്നുണ്ട്. ഒന്ന് സ്പീഡാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇനി കാണാനുള്ള ആളുകളുടെ ലൈനിൽ വരണം. ഈ ജനറേറ്ററിന്റെ പുറകു ഭാഗത്തേക്ക്, ജനറേറ്ററിന്റെ പുറകു വശത്തുള്ള വരണം. ദയവേത് നമ്മുടെ ആ വോളണ്ടിയേഴ്സ്, എൻട്രൻസിന്റെ ഭാഗത്ത് നിൽക്കുന്ന വോളണ്ടിയേഴ്സ് ദയവേത് എൻട്രൻസിലൂടെ ആളുകളെ പന്തലിന്റെ അകത്തോട്ട് കടത്തി വിടരുത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഭയങ്കര തിരക്കാണ് ഇതിന്റെ അകത്ത്. വോളണ്ടിയേഴ്സിന് പോലും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതി വരുന്നുണ്ട്. അതുകൊണ്ട് ആ എൻട്രൻസിന്റെ ഭാഗത്തിലൂടെ ഒരാളുകളും പ്രവേശിക്കരുത്. നമ്മുടെ സൗകര്യമൊരുക്കിയ ക്യൂ ആ ഭാഗത്തിലൂടെ മാത്രമാണ് ആളുകളെ കടത്തിവിടേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ വോളണ്ടിയേഴ്സ് ദയവേത് വൈക്കാടിന്റെ മറ്റുള്ള പോലീസുകാർ, വോളണ്ടിയേഴ്സ് അവിടെ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, യാതൊരു കാരണവശാലും ഈ പന്തലിന്റെ അകത്തേക്ക് കാണാനുള്ള ആളുകൾ ഒരിക്കലും കടക്കരുത് എന്നുകൂടി ഇതോടൊപ്പം അഭ്യർത്ഥിക്കുകയാണ്. പരിപൂർണമായും നിങ്ങൾ സ്വയം വോളണ്ടിയറായി ഇത് സഹകരിക്കണമെന്ന് കൂടി അറിയിക്കുന്നു. ദയവേത് ആണുങ്ങള് ഒരു വരിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒന്ന് ഫാസ്റ്റ് ആയി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒന്ന് സ്പീഡാക്കുക. ഒരുപാട് ആളുകളുണ്ട്, ഒരു വെയിലത്താണ് നിൽക്കുന്നത്. ഒന്ന് ഫാസ്റ്റ് ആയി കൊടുക്കുക. ദയവേത് വോളണ്ടിയേഴ്സ് കാണുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. ഒന്ന് സ്പീഡായി കൊടുക്കുക. അത്രയും ആളുകൾ പുറത്ത് നിൽക്കുന്നത്, ഒന്ന് സ്പീഡായി കൊടുക്കുക. ഒരുപാട് ആളുകൾ ഇനിയും കാണാൻ നിൽക്കുന്നുണ്ട്. അവർക്കുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം. നമുക്ക്
ആംബുലൻസിൽ കൊണ്ടുവന്ന ബോഡികൾ അതേ ആംബുലൻസിൽ തന്നെയാണ് തിരിച്ചു കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. GLP സ്കൂളിന്റെ PTA കരീം പത്തനംതിട്ട സ്റ്റേജിലേക്ക് ക്ഷണിച്ചു. ഈ വളണ്ടിയേഴ്സ് ഒന്ന് കുറച്ചുകൂടെ വേഗപ്പെട്ട വളണ്ടിയേഴ്സ് ഒന്നും കൂടെ വേഗം എന്നോർത്ത് 2 ലീഡർക്ക് വരുന്നുണ്ട്. അപ്പൊ വളണ്ടിയേഴ്സ് ഒന്നും കൂടെ വേഗം എന്നോർത്ത് പെട്ടെന്ന് പോവാം. നമ്മുടെ കാരിക്കാരനോട് ചാരി ബാക്കൊക്കെ നിന്നോട് കഴിഞ്ഞാൽ 2 ലൈനായിട്ട് വരുന്ന ആളുകൾക്ക് പെട്ടെന്ന് കണ്ടുപോകാനുള്ള അവസരം ഉണ്ടാവും. എന്നൊരിക്കലും കാസറ്റ് വേഗത്തിലെ വളണ്ടിയേഴ്സ് ആ സ്ത്രീകളൊന്ന് വേഗം നടക്കും. 2 ലൈനായിട്ട് സ്പീഡാക്കുന്നുണ്ട്. 2 ലൈനായിട്ട് സ്പീഡായിട്ട് പോകുന്നുണ്ട്. വളണ്ടിയേഴ്സ് ഒന്ന് ബാക്കിൽ മാറി നിർത്തും. ആ സംഘടനത്തിലെ വളണ്ടിയേഴ്സ് ദയവേത് ആ സ്ത്രീകളൊന്ന് ബാരിക്കേഡൊക്കെ ചാരി കൊടുത്തു കഴിഞ്ഞാൽ 2 ലൈനായിട്ട് പോകുന്നുണ്ട്. അവർക്ക് വളരെ സൗകര്യം സ്പീഡാക്കാൻ പറ്റും. ഒരുപാട് ആളുകൾ ഇനി വേലത്ത് കാത്തു നിൽക്കാതെ സ്പീഡായിട്ട് പോകണം. പെട്ടെന്ന് സൗകര്യം ഇറക്കി കൊടുക്കണം. നമ്മുടെ ഈ ബോഡികളിൽ വരുന്ന ആളുകൾ ഈ ബാരിക്കേഡിൽ വന്ന് തിരക്കുണ്ടാക്കാതെ നിൽക്കണം. ദയവായി വളണ്ടിയേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. 2 ലൈനായിട്ടാണ് പ്ലീസ്. വണ്ടി
ആലോചിക്കുന്നു. ആശ ടീച്ചറുമായി ബന്ധപ്പെട്ടവർ 7 മണിക്കാണ് വീട്ടിൽ നിന്ന് മൃതദേഹം എടുക്കുന്നത് എന്നറിയിക്കുന്നു. നമ്മുടെ സ്റ്റേജിലേക്ക് ചേർന്നാൽ അവർക്ക് ചാവി കൈപ്പറ്റാവുന്നതാണ്. ആളുകൾ തിരക്കുണ്ടാക്കരുത്. നമ്മുടെ ബോർഡ് ഇവിടുന്ന് ആംബുലൻസിൽ കയറ്റുന്നുണ്ട്. ദയവേത് ആ വളണ്ടിയേഴ്സ് ഇല്ലാത്തവരൊക്കെ ഒന്ന് മാറി കൊടുക്കണം. പന്തലിന്റെ അകത്ത് നിന്ന് വളണ്ടിയേഴ്സ് അല്ലാത്തവരൊക്കെ മാറി കൊടുക്കണം. ദയവേത് പ്ലീസ്, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ദയവ് ചെയ്ത് നമ്മുടെ ബോഡി എടുക്കാൻ നിയമിക്കപ്പെട്ട വളണ്ടിയേഴ്സ് അല്ലാത്തവരൊക്കെ മാറി കൊടുക്കണം പ്ലീസ്. ഇവിടെ സേവനമനുഷ്ഠിച്ച നമ്മുടെ പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ, ബന്ധപ്പെട്ടവർ,
സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, ഒരുപാട് വളണ്ടിയേഴ്സ്, നാട്ടുകാർ, ഇവരൊക്കെ ഉണ്ട്. ഇവർക്കൊന്നും ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ നമ്മുടെ മൃതദേഹങ്ങൾ തിരിച്ച് ആംബുലൻസിൽ കയറ്റുന്നതിന് പ്രത്യേകം നമ്മൾ സൗകര്യം ഒരുക്കി കൊടുക്കണം. ഒരു വിലപിടിപ്പുള്ള ഒരു വാച്ച് വീണ് പോയിട്ടുണ്ട്. കണ്ടു കിട്ടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ മൈക്ക് പോയിന്റിന്റെ അടുത്ത് അതിന്റെ ഉടമസ്ഥൻ കാത്തു നിൽക്കുന്നുണ്ട്. നമ്മുടെ ആംബുലൻസിലേക്ക് ബോഡികൾ കയറ്റുന്നുണ്ട്. ആംബുലൻസിന്റെ സൗകര്യം പ്ലീസ് പ്രത്യേകം ഒരുക്കി കൊടുക്കണം. നമ്മുടെ ടീച്ചറുടെ ബോഡി ഇവിടെ എടുക്കുന്നുണ്ട്. ആംബുലൻസിനുള്ള വഴി പ്രത്യേകം ഒരുക്കി കൊടുക്കണം. ചെയ്ത് ആംബുലൻസിനുള്ള വഴി ഒരുക്കി കൊടുക്കണം. വളണ്ടിയേഴ്സിന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കരുത് പ്ലീസ്. നമ്മുടെ റംല ടീച്ചറുടെ ബോഡി ഇവിടെ എടുക്കുന്നുണ്ട്. ഈ വഴിയുള്ള ആളുകൾ പ്ലീസ്, ആ വളണ്ടിയേഴ്സ് അല്ലാത്തവർ ഒന്ന് മാറിക്കൊടുക്കും, ഒന്ന് മാറിക്കൊടുക്കും. വോളണ്ടിയേഴ്സ് അല്ലാത്ത ആളുകളൊന്നും ആ വഴി ഒന്ന് ഒരുക്കി കൊടുക്കും പ്ലീസ്. റംല ടീച്ചറുടെ വളണ്ടിയേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കാതെ വഴിയൊന്നും ഒരുക്കി കൊടുക്കണം പ്ലീസ്. സാജിദ ടീച്ചറുടെ മൃതദേഹം ഇവിടെ എടുക്കുന്നുണ്ട്. ആ വളണ്ടിയേഴ്സിനുള്ള സൗകര്യം പ്ലീസ്. ആംബുലൻസിന്റെ വഴി, നമ്മുടെ ഈ മൃതദേഹം കൊണ്ടുപോകുന്ന വഴി ഒന്ന് ഫ്രീ ആക്കി കൊടുക്കണം പ്ലീസ്.